ഹിറ്റ്മാൻ എന്ന നമ്മുടെയെല്ലാം പ്രിയപ്പെട്ട രോഹിത് ശർമ്മ 3 ഫോർമാറ്റുകളിലും ഇന്ത്യയെ നയിച്ച രോഹിത് 2024 T20 ലോകകപ്പിലും 2025 ICC ചാമ്പ്യൻസ് ട്രോഫിയിലും ഇന്ത്യയെ വിജയത്തിലേക്ക് നയിച്ചു. ഈ കിരീട വിജയങ്ങൾക്ക് ശേഷം അദ്ദേഹം T20 ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചു. ക്രിക്കറ്റിനു പുറമെ മൃഗസംരക്ഷണ പ്രവർത്തനങ്ങളിലും രോഹിത് സജീവമാണ്. ഇന്ത്യയിൽ വീടില്ലാത്ത പൂച്ചകളുടെയും നായ്ക്കളുടെയും അവസ്ഥയെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനായി അദ്ദേഹം PETA പീപ്പിൾ ഫോർ ദി എത്തിക്കൽ ട്രീറ്റ്മെന്റ് ഓഫ് ആനിമൽസ് പ്രചരണങ്ങളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ഏകദിന ക്രിക്കറ്റ് ചരിത്രത്തിൽ 3 ഇരട്ട സെഞ്ചുറികൾ, 200 റൺസ് നേടിയ ഏക താരമാണ് രോഹിത് ശർമ്മ. ശ്രീലങ്കയ്ക്കെതിരെ നേടിയ 264 റൺസ് ഏകദിനത്തിലെ ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോറായി ഇന്നും നിലനിൽക്കുന്നു. ഗ്രൗണ്ടിൽ അനായാസം സിക്സറുകൾ പറത്താനുള്ള അദ്ദേഹത്തിന്റെ കഴിവും വലിയ സ്കോറുകൾ നേടുന്ന ശീലവും ആരാധകർ അദ്ദേഹത്തിന് ഹിറ്റ്മാൻ എന്ന വിളിപ്പേര് നൽകാൻ കാരണമായി. 2013 മുംബൈ ഇന്ത്യൻസിന്റെ ക്യാപ്റ്റനായി ചുമതലയേറ്റ രോഹിത് ശർമ്മ ടീമിനെ 5 IPL കിരീടങ്ങളിലേക്ക് നയിച്ചു. ഇത് അദ്ദേഹത്തെ IPLലെ ഏറ്റവും വിജയകരമായ ക്യാപ്റ്റന്മാരിൽ ഒരാളാക്കി മാറ്റി. യഥാർത്ഥത്തിൽ ഒരു ഓഫ് സ്പിന്നറായി കരിയർ ആരംഭിച്ച രോഹിത്തിന്റെ ബാറ്റിംഗ് മികവ് തിരിച്ചറിഞ്ഞത് അദ്ദേഹത്തിന്റെ കോച്ചാണ്. അദ്ദേഹത്തെ ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്യാൻ പ്രേരിപ്പിക്കുകയും ആദ്യ മത്സരത്തിൽ തന്നെ സെഞ്ചുറി നേടിക്കൊണ്ട് രോഹിത് തന്റെ ബാറ്റിംഗ് കരിയറിന് മികച്ച തുടക്കം നൽകുകയും ചെയ്തു. 2007 അയർലൻഡിനെതിരെ ഏകദിനത്തിലൂടെയാണ് രോഹിത് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ അരങ്ങേറ്റം കുറിച്ചത്. അതേ വർഷം നടന്ന പ്രഥമ T20 ലോകകപ്പ് നേടിയ ഇന്ത്യൻ ടീമിലും അദ്ദേഹം അംഗമായിരുന്നു.